സാമ്പത്തികമായിട്ട് ഉയരാൻ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യൻ ലോകത്തുണ്ടാവില്ല. നമ്മൾ കോളേജിലെത്തുന്നവരെ ഹൗ ടു മാനേജ് യുവർ മണി, ഹൗ ടു ക്രിയേറ്റ് വെൽത്ത് എന്നുള്ളൊരു ടോപ്പിക്ക് നമ്മൾ ഒരു സ്കൂളുകളിലും ഒരു കോളേജുകളിലും പഠിപ്പിക്കുന്നില്ല എന്നുള്ളത്. സോ വി ഹാവ് ടു ലേൺ ദീസ് ഓൾ ഐഡിയാസ് ഫ്രം സംവെയർ. സാമ്പത്തികമായിട്ട് വളരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു 9 ടിപ്സുമായിട്ടാണ് ഇത്തവണത്തെ നമ്മളുടെ ഈ കൊച്ചു വീഡിയോ വരുന്നത്. 9 ടിപ്സ് ഹൗ ടു ഇംപ്രൂവ് യുവർ ഫിനാൻഷ്യൽ ലൈഫ്. അതിൽ ആദ്യത്തേത് തന്നെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ടിപ്സ്, അലോക്കേറ്റ് 20% ഓഫ് യുവർ ഇൻകം ഫോർ യുവർ ലൈഫ് പ്രിയോറിറ്റീസ്. പലപ്പോഴും പല ആൾക്കാരും ചെയ്യാത്തൊരു കാര്യമാണ്. നമ്മളുടെ ശമ്പളം വരുന്നു, ശമ്പളം അതേപോലെ തന്നെ നമ്മൾ ചിലവഴിക്കുന്നു, ബാലൻസ് ഉള്ളത് നമ്മളുടെ അതൊരു ബാങ്കിൽ കിടക്കുന്നു, പിന്നെ നമുക്ക് എന്തെങ്കിലും പർച്ചേസോ എന്തെങ്കിലും വരുമ്പോൾ ആ കാശ് എടുക്കുന്നു. നമ്പർ 1 റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ 20% കമ്പൽസറി എന്തുമായിക്കോട്ടെ, നിങ്ങൾ എത്ര വലിയ ശമ്പളമുള്ള ആളായിക്കോട്ടെ വളരെ കുറഞ്ഞ ശമ്പളം ആയിക്കോട്ടെ, ശമ്പളത്തിൻ്റെ സ്കെയിലല്ല ഇവിടുത്തെ വിഷയം. നിങ്ങളുടെ ശമ്പളം എന്തായിരുന്നാലും 20% ശമ്പളം വരുന്ന സമയം തന്നെ, അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ്സുകാരനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ റവന്യൂ വരുന്നത്, ആ റവന്യൂ വരുമ്പോൾ ഫസ്റ്റ് വീക്കിൽ തന്നെ കട്ട് 20% ഓഫ് യുവർ ഇൻകം and allocate, save it for meeting your important life goals. This is the number 1 thumb rule for improving your finance. Rule number 2, share your goals to others. നമ്മളൊരു ലൈഫിൽ ഒരു ജീവിതത്തിലൊരു ഗോൾ ഉണ്ടാവുമല്ലോ, മേജർ ഗോളുകൾ, ചിലപ്പോൾ ബിസിനസ് ഗോളാവാം, ജീവിതത്തിൽ നമ്മളുടെ മാറ്റങ്ങൾ കൊണ്ടുവരണം, വലിയൊരു സ്വപ്നങ്ങളാവാം. ഷെയർ ടു അതേഴ്സ്. അപ്പോൾ അതിനകത്തൊരു സൈക്കോളജിക്കലായിട്ടൊരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺസ് യു ഷെയർ ടു അതേഴ്സ് you will have a commitment. For example, ചില റെഗുലറായിട്ട് സ്മോക്കിങ്ങിന് അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരു ഡോക്ടേഴ്സ് പറയാറുണ്ട്, ഞാൻ എൻ്റെ പുകവലി നിർത്തുകയാണ്. സോ വെൻ യു ഡിക്ലെയർ ദാറ്റ് ടു യുവർ ഓൾ ഗുഡ് ഫ്രണ്ട്സ്, ഓൾ ഫാമിലി മെമ്പേഴ്സ്, ഒരിക്കലും അവരുടെ മുമ്പിൽ വലിക്കാൻ നിങ്ങൾക്ക് തോന്നില്ല. ഇത് തന്നെയാണ് മദ്യപാനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ. സോ ഇത് പേഴ്സണൽ ലൈഫിലെ കാര്യമാണ്. പേഴ്സണൽ ഫിനാൻസിൽ ഇതെങ്ങനെ വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്താണോ സാമ്പത്തികമായിട്ട് എന്ത് ലക്ഷ്യമാണോ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹിക്കുന്ന ലക്ഷ്യം സാധാരണ രീതിയിൽ പറയും, നമ്മൾ എഴുതിയിട്ട് ഒരു സ്റ്റിക്കർ പോലെ നിങ്ങൾ ഡെയിലി കാണുന്ന സ്ഥലത്ത് പതിച്ചു വെക്കുക. നമ്മൾ ഷേവ് ചെയ്യാനോ മുടി വരാനോ പോകുന്ന സ്ഥലങ്ങളിൽ നമ്മൾ മിററിൻ്റെ അടുത്ത് പതിച്ചു വെക്കുക എന്ന് പറയും. അതാണ് നമ്മൾ പറയുന്നത് ഷെയർ യുവർ ഗോൾസ് ടു അതേഴ്സ്. സോ എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ പ്രിയോറിറ്റി, ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, സോ നിങ്ങളത് മനസ്സിലൊതുക്കാതെ ഇരിക്കുക. മനസ്സിലൊതുക്കുന്നതിന് പകരം യു സ്പീക്ക് ടു യുവർ ഗുഡ് ഫ്രണ്ട്സ് ആൻഡ് സ്പീക്ക് ടു യുവർ റിലേറ്റീവ്സ്. When you do that, you are internally creating a commitment towards yourself. So that is rule number 2. Rule number 3, pay off high interest loan faster. എന്താണ് ആ പറയുന്നതിൻ്റെ അർത്ഥം എന്നായിരിക്കും ചിലപ്പോൾ ചിന്തിക്കുന്നത്. നമുക്ക് ഒരു ബിസിനസ്മാൻ ആണെങ്കിലും സാധാരണ കുടുംബത്തിലെ ക്യാപ്റ്റനാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് പല പല ലോണുകൾ ഉണ്ടാവാം. ഇപ്പോൾ സൊസൈറ്റി ലോൺ ഉണ്ടാവാം, KSFE ലോൺ ഉണ്ടാവാം, ബാങ്ക് ലോൺ ഉണ്ടാവാം, ബിസിനസ് ലോൺ ഉണ്ടാവാം. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ പലിശ നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ലോൺ ഏതാണ്? ഹൈ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ലോണുകൾ പലതുണ്ടാവും. ചിലപ്പോൾ കൺസ്യൂമർ ലോൺ കുറച്ച് അധികം ഇൻട്രസ്റ്റ് ഉണ്ടായി. അപ്പോൾ ഏതാണോ ഹൈ ഇൻട്രസ്റ്റ് ലോൺ, അത് ആദ്യം അടച്ചു തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ പറയുമ്പോൾ ഞാനൊരു എക്സാമ്പിൾ കൂടി പറയാം. ചിലപ്പോൾ നിങ്ങൾ ഹൗസിംഗ് ലോൺ എടുത്തിട്ടുള്ള ഒരാളായിരിക്കാം. ഹൗസിംഗ് ലോണിന് ഇന്ത്യയിൽ ഏറ്റവും ലോവസ്റ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഹൗസിംഗ് ലോണിനാണ്. അപ്പോൾ നമ്മളടുത്ത് കുറച്ച് ലംസ എമൗണ്ട് കിട്ടി, ചില ബോണസ് കിട്ടി, അല്ലെങ്കിൽ ഇത്തിരി പറമ്പ് വിട്ടിട്ട് കുറച്ച് കാശ് കിട്ടി. നമുക്ക് 3 ടൈപ്പ് ലോണുണ്ട്. ഒരു ലോണ് ഹൗസിംഗ് ലോണാണ്, ഒരു ലോണ് കാർ ലോണാണ്, ഒരു ലോണ് പേഴ്സണൽ ലോണാണ്. പേഴ്സണൽ ലോൺ ഇൻട്രസ്റ്റ് എപ്പോഴും കൂടുതലാണ്, കാർ ലോണിന് അതിനേക്കാൾ കുറച്ച് കുറവാണ്. ഈ 3 ലോണിനും പലിശ കുറവ് ഹൗസിംഗ് ലോണിനാണ്. ഈ 3 ലോണിൽ ഏത് ലോണായിരിക്കണം നമ്മൾ ആദ്യം അടക്കേണ്ടത്? തീർച്ചയായിട്ടും ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതലുള്ള കൺസ്യൂമർ ലോണാണെങ്കിൽ ആദ്യം അത് അടയ്ക്കുക. കാരണം സാമ്പത്തികമായിട്ട് ഉയരണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള കൊച്ചു ബുദ്ധിപരമായിട്ടുള്ള ചുവടുവെപ്പുകളാണ് നമ്മൾ സഹായിക്കുന്നത്. ദിസ് ഈസ് പോയിന്റ് 3. 4th ടിപ്പ് ടു ഇംപ്രൂവ് അവർ ഫിനാൻസ്. ലെറ്റ് സീ ദാറ്റ്. ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിന് വേണ്ടി നമുക്ക് ഡിമാൻഡ് ചെയ്യാം. പലപ്പോഴും നമ്മൾ ലോൺ എടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ബാങ്ക് ഫിക്സഡ് റേറ്റാണ് നമുക്ക് ലോൺ തരുന്നത്. നിങ്ങൾ നോക്കിയാൽ അറിയാം, നിങ്ങളൊരു ഹൗസിംഗ് ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കുകൾ പലപ്പോഴും കുറവാണ്. പ്രൈവറ്റ് മേഖലയിലുള്ള ബാങ്കുകളും അതേപോലെ ഷെഡ്യൂൾഡ് ബാങ്കുകളും നിങ്ങൾക്ക് തരുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്. അപ്പോൾ എങ്ങനെയായിരുന്നാലും സിവിൽ സ്കോറിനനുസരിച്ചിട്ടാണ് നമുക്ക് ഇത് കിട്ടുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫിക്സ് ചെയ്യുന്നതെന്ന് പറയുമെങ്കിൽ പോലും, ഇഫ് യു ഡിമാൻഡ്
lower rate of returns, bank will provide it. Many banks are doing it. But you don't know, many people don't know that. നിങ്ങൾക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഹൗസിംഗ് ലോൺ, ഇത് കേൾക്കുന്ന കുറച്ച് പേര് ഹൗസിംഗ് ലോൺ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രമിക്കാവുന്നൊരു കാര്യമുണ്ട്. നിങ്ങളുടെ റീപേയ്മെൻറ്റ് ട്രാക്ക് ഹെൽത്തി ആണെങ്കിൽ നിങ്ങൾക്ക് അവരോട് പറയാം, നിങ്ങളുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇപ്പോൾ ഹൗസിംഗ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് കുറവാണ്, അതിനനുസരിച്ച് നിങ്ങളുടെ റേറ്റ് കുറച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ബാങ്കിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. ടേക്ക് ഓവർ ലോണിന് ഒത്തിരി ബാങ്കുകാർ തയ്യാറാണ്. അപ്പോൾ അങ്ങോട്ട് മാറുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് തരുന്ന കുറേ ബാങ്കുകളുണ്ട്. ഹ്യൂജ് ലോൺ എടുക്കുമ്പോൾ നിങ്ങളുടെ EMI അത് വളരെയധികം സ്വാധീനിക്കും. നിങ്ങൾ ലോങ് റണ്ണിൽ, അതായത് 10-15 വർഷം കൊണ്ട് അടച്ചു തീർക്കേണ്ട ലോണാണ് എങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ടൊരു ഹ്യൂജ് റവന്യൂ ഉണ്ടാക്കാൻ പറ്റും. സോ റിമെമ്പർ ദിസ്, ആസ്ക് ഫോർ ദ ബെറ്റർ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ യുവർ ലോൺ. അടുത്ത മേജർ പോയിൻ്റാണ്, പലപ്പോഴും നമ്മൾക്ക് ശമ്പളത്തിലൊരു ഇൻക്രിമെൻറ്റ് കിട്ടി, നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ശമ്പളത്തിൽ ഒരു ശമ്പള വർധനവ് കിട്ടിയാൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? ഒന്നിലേക്ക് നമ്മൾ ഒരു ടൂർ പോകാൻ പ്ലാൻ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ വെഹിക്കിൾ അപ്ഗ്രേഡ് ചെയ്യാനായിരിക്കും നിങ്ങൾ ശ്രമിക്കുന്നത്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് തിങ് ടു ഡു. വെൻ യു ഗെറ്റ് ആൻ ഇൻക്രീസ് ഇൻ സാലറി, ഇൻക്രീസ് ഇൻ യുവർ ഇൻകം, ഇൻക്രീസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതാണ് ചെയ്യേണ്ടത്. നമുക്ക് കിട്ടുന്ന റവന്യൂ കൂടിയിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമ്മളുടെ സേവിങ്സിലും വർധനമുണ്ടാക്കുക. നമുക്ക് ഇവിടെ നിന്ന് എന്നാണോ കിട്ടി തുടങ്ങുന്നത്, നെക്സ്റ്റ് മന്തിൽ തന്നെ അതിൻ്റെ പ്രൊപ്പോർഷനേറ്റായിട്ട് നമ്മളുടെ സേവിങ്സിലും നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിലും അത് റിഫ്ലക്റ്റ് ചെയ്യും. അത് ചെയ്യാതെ പോകുമ്പോഴാണ് പലപ്പോഴും അത് സ്പെൻഡ് ചെയ്ത് പോകുന്നത്. സോ വി ഷുഡ് സ്റ്റോപ്പ് ദാറ്റ്, ആൻഡ് ദാറ്റ് ഈസ് അനദർ വേ ടു ഇംപ്രൂവ് യുവർ ഫിനാൻസ്. അത് പേഴ്സണൽ ഫിനാൻസ് ഇംപ്രൂവ് ചെയ്യാനുള്ളൊരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മൂമെൻറ്റ് ഈസ് സെറ്റ് ഗോൾസ് ഫോർ യുവർ ലൈഫ്. ഷോർട്ട് ടേം, മിഡ് ടേം, ലോങ് ടേം ഗോൾസ്. നിങ്ങളുടെ ജീവിതത്തിൽ ഗോളുകൾ ബേസ് ചെയ്തിട്ട് നിക്ഷേപങ്ങൾ തുടങ്ങുക. നിങ്ങളുടെ മകളുടെ മാരേജോ, മകൻ്റെ വിദ്യാഭ്യാസമോ, വീട് പണിയലോ, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു പ്ലാൻ. നിങ്ങൾ 60 വയസ്സ് റിട്ടയർ ആവുന്നവരെ അല്ലെങ്കിൽ 70 വയസ്സിലേക്ക് എത്തുന്നവരെ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് നിങ്ങളുടെ പാർട്ട്ണറും ആയിട്ട് ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് അതിനൊരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കുക. ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് എന്ത് മൂവ്മെൻറ്റാണ് ചെയ്യണേ, അതിനുവേണ്ടി എന്തെങ്കിലും നിക്ഷേപം ഞാൻ തുടങ്ങിയോ അല്ലെങ്കിൽ തുടങ്ങണ്ടേ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഷോർട്ട് ടൈം ഗോളും ലോങ് ടൈം ഗോളും നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ഗോളും വെഡിങ് ഗോളുകളൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് നിക്ഷേപിക്കാനായിട്ട് നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളോട് പറയും. ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു ഓർഗനൈസ് യുവർ മണി ആൻഡ് ദാറ്റ് വിൽ ഇംപ്രൂവ് യുവർ ഓവറോൾ ഫിനാൻഷ്യൽ ഹെൽത്ത്. നെക്സ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ട്രാക്ക് യുവർ സ്പെൻഡിങ്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നുണ്ട് നമ്മളുടെ സുഹൃത്തോ നമ്മളുടെ അയൽപക്കത്തുകാരോ നമ്മളുടെ ബന്ധുക്കളിൽ ഒരാളോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒരു ഫോട്ടോ കൊടുത്തു, ഗോവയിൽ പോയി, അല്ലെങ്കിൽ അർമേനിയയിലും റഷ്യയിലും പോയി കളർഫുൾ ഫോട്ടോസ് പോസ്റ്റ് ചെയ്തു. സോ നാച്ചുറലി വി ആർ തിങ്കിങ് വൈ ക്യാൻ ബി ഗോ. മറ്റുള്ള ആൾക്കാർ പോകുമ്പോൾ നമുക്കൊരു സൈക്കോളജിക്കൽ ഇൻഡക്ഷൻ എന്നതിനെ പറയും, ശാസ്ത്രപരമായിട്ട് നമുക്കൊരു ഇൻഡക്ഷൻ കിട്ടുക. സോ വി ആൾസോ ട്രാവൽ. ദ പർപ്പസ് ടു ഷോ ദ സെയിം ഫോട്ടോഗ്രാഫ്, സെയിം ടൈപ്പ് ഓഫ്, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പിക്ചർ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ നമ്മൾ ഇത്തരത്തിലുള്ള ഡെസ്റ്റിനേഷൻ, അവർ പോകുന്ന ഡെസ്റ്റിനേഷനെക്കാളും ഒരു പടി കൂടി മുന്നിലുള്ള ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഡിനറി മെൻ്റൽ ആറ്റിറ്റ്യൂഡ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മളുടെ പണം നമ്മളറിയാതെ പോകുന്നത്. സോ യു ഹാവ് ടു ട്രാക്ക് സ്പെൻഡിങ് ഹാബിറ്റ് ഓഫ് യുവേഴ്സ്. ആൻഡ് വൺ മോർ തിങ്, മിഡ് നൈറ്റ് സെയിൽ, ഇമ്പൾസീവ് സെയിലുകളിലേക്ക് നമ്മൾ പോകാറുണ്ട്. ഇമ്പൾസീവ് സെയിൽ മീൻസ് ലുലുവിലോ അല്ലെങ്കിൽ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ വരുന്ന മിഡ് നൈറ്റ് സെയിൽ. 10,000 രൂപ വിലയുള്ള ഒരു ഷൂസ് നിങ്ങൾക്ക് 12 മണിക്കൂറിൽ പർച്ചേസ് ചെയ്താൽ 5,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഷൂസ് പർച്ചേസ് ചെയ്യരുത്. നിങ്ങൾക്ക് എന്താണ് ലാഭം ഉണ്ടാവുക? ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പറയും, യു സേവ്ഡ് 5,000 rupees. നോ, യു ലോസ്റ്റ് 5,000 rupees. നിങ്ങളുടെ പെട്ടിയിൽ കിടന്നിരുന്ന, നിങ്ങളുടെ പേഴ്സിൽ ഇരുന്നിരുന്ന 5,000 രൂപ നിങ്ങൾക്ക് അവിടെ നഷ്ടമായി എന്നാണ് ഫിനാൻഷ്യൽ എക്സ്പെർട്സ് പറയുന്നത്. കാരണം ഒരുപക്ഷെ ഷൂസ് നമുക്ക് അടിയന്തരമായിട്ട് വേണം ഉള്ളൊരു കമ്മോഡിറ്റി ആയിരിക്കില്ല ആ സമയത്ത്. നമ്മൾ ആ ഒരു പരസ്യം കണ്ട് ആ പരസ്യത്തിന് വശംവദരായിട്ട് നമ്മൾ അതിനകത്തേക്ക് ഇമ്പൾസീവ് പർച്ചേസിലേക്ക് പോകും. ഇവിടെയാണ് ഇമ്പൾസീവ് പർച്ചേസും അതേപോലെ കീപ്പിംഗ് അപ്പ് വിത്ത് ജോൺസ്, അടുത്തുള്ള ആൾക്കാരുടെ ഫോട്ടോസും കണ്ട് നമ്മൾ ഒരു വെൽത്തിലേക്ക് പോവാതെ ശോഷിച്ച് പോകുന്നത്. മണി മാനേജ്മെൻറ്റിൽ ദിസ് ഈസ് വെരി ഡേഞ്ചറസ്. സോ ദിസ് ഈസ് സംതിങ് വിച്ച് യു ഹാവ് ടു അവോയ്ഡ്. മണി മാനേജ്മെൻറ്റിൽ, മണി ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള 8th ടിപ്പ് എന്ന് പറയുന്നത്, ലോസ് സ്മോൾ മണി ടു മേക്ക് ബിഗ് മണി.
പലപ്പോഴും ഒരു സ്റ്റേറ്റ്മെൻറ്റ് കുറച്ച് ആംബിഗ്വിറ്റി ഉള്ളതാണ്, പെട്ടെന്ന് മനസ്സിലാവാൻ ചാൻസ് കുറവാണ്. ചെറിയ പണം നമ്മൾ വേണ്ട എന്ന് വെച്ചാൽ വലിയ പണം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഒരൊറ്റ എക്സാമ്പിൾ പറയാം. ഒരു വ്യക്തി ഒരു ഇൻഷുറൻസ് പോളിസി LICയുടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ട്രഡീഷണൽ ഇൻഷുറൻസ് പോളിസി ഒരു 25 കൊല്ലം അടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പോളിസിയാണ് എടുത്തിരിക്കുന്നത്. 25 കൊല്ലം അടക്കണം. അദ്ദേഹം 25 കൊല്ലം കഴിയുമ്പോൾ ഒരു വൻ തുക അദ്ദേഹത്തിന് കിട്ടും. ഇതാണ് പോളിസി എന്ന് വെച്ചോളൂ. ഇതിൽ 12 കൊല്ലം നമ്മൾ അടച്ചു കഴിഞ്ഞു. ഇപ്പോൾ 12 വർഷം വരെ നമ്മൾ അടച്ചു കഴിഞ്ഞൊരു പോളിസി വീണ്ടും ഒരു 10 വർഷത്തിന് മേലെ കൂടി അടക്കണമെന്ന് ആവശ്യപ്പെടുന്നൊരു പോളിസിയാണെന്ന് വെച്ചോളൂ. നമ്മളത് അടച്ചിട്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ടിൻ്റെ വാല്യൂ 30 വർഷങ്ങൾക്ക് ശേഷം 20 വർഷങ്ങൾക്ക് ശേഷം പീനട്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യണോ? സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ടേം എത്താതെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് നഷ്ടം വരും. അപ്പോൾ ഈ നഷ്ടം ഉൾക്കൊള്ളാനുള്ള മനസ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നതായിരിക്കും നല്ലത്. അവിടെയാണ് നമ്മൾ പറയുന്നത് മെൻ്റലി പ്രിപ്പയർഡ് ടു ലോസ് സ്മോൾ മണി ടു ഗെയിൻ ബിഗ് മണി. അപ്പോൾ ഇതാണ് നമ്മൾ പേഴ്സണൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മേക്ക് ഇൻ്റലിജൻറ്റ് ഡിസിഷൻ ബൈ ക്വിറ്റിംഗ് ഫ്രം കണ്ടിന്യൂയിങ് സച്ച് കൈൻഡ് ഓഫ് പ്ലാൻസ്. അതേപോലെ തന്നെ ഒരു ബിസിനസ് മാനായിട്ടുള്ളൊരു വ്യക്തി കുറച്ച് പണം കൊടുത്താൽ നമുക്കൊരു പ്രോഗ്രാമിന് സ്പോൺസർഷിപ്പ് ചെയ്യാം. പക്ഷേ നമ്മൾ ആ പണം കൊടുക്കുമ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് ആ പണം പോവുകയാണ്. അതുകൊണ്ട് ആ പണം കൊടുക്കാൻ ഞാൻ തയ്യാറാവില്ല എന്നും പറഞ്ഞിരുന്നാൽ അവിടെ നമുക്ക് സംഭവിക്കുന്നത് ഒത്തിരി പേരുടെ അടുത്തേക്ക് നിങ്ങളുടെ പ്രസ്ഥാനത്തിന് മാർക്കറ്റ് ചെയ്യാനായിട്ട് കിട്ടുന്നൊരു അവസരമായിരിക്കും. നിങ്ങളൊരു പക്ഷേ ആ പണം ചെറിയ എമൗണ്ട് ചിലവഴിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ചെറിയ എമൗണ്ട് ചിലവഴിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു വൻ ബിസിനസ് സാമ്രാജ്യങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു റൂട്ടായിരിക്കാം നിങ്ങൾ ഒരു സ്പോൺസർഷിപ്പ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു പരസ്യം കൊടുക്കുമ്പോഴോ നിങ്ങൾ ഉണ്ടാക്കുന്നത്. വെൻ യു ആർ നോട്ട് പ്രിപ്പയർഡ് ടു ഗീവ് സ്മോൾ മണി, you won't get big money. If you want to get big money, you should be able to give small money. Very important lesson in personal money improvement. The last and 9th tip of how to improve your money: set auto pay in your savings as well as spending. പലപ്പോഴും പല ആൾക്കാർക്കും പറ്റുന്നൊരു അബദ്ധമാണ്. നമ്മൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ ടെലിഫോൺ ബില്ല് യൂസ് ചെയ്യുന്നുണ്ടാവാം, കേബിൾ TVയോ ഇൻ്റർനെറ്റ് ബില്ലോ നമുക്കുണ്ടാവാം. അവർ വരുമ്പോഴായിരിക്കും ഇത് കാശെടുത്ത് കൊടുക്കാൻ നിൽക്കുന്നത്. ഒരുപക്ഷേ നമ്മൾ ട്രാവലിങ്ങിനാണെങ്കിലും ഇഷ്ടം മറന്നു പോവാം. ഇതിന് എല്ലാത്തിനും ഏറ്റവും ബെസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് സെറ്റ് എ പേയ്മെൻറ്റ് ECS ഇലക്ട്രോണിക് ക്ലിയറിംഗ് സിസ്റ്റം വഴി നിങ്ങൾ ഒരു മാൻഡേറ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ ബില്ലുകളെല്ലാം തന്നെ യഥാസമയങ്ങളിൽ മാസം നിങ്ങളുടെ അടുത്ത് പോകും. ഒരിക്കലും ഒരു ഡിഫോൾട്ട് വരില്ല. വെൻ യു ഹാവ് എ ഡിഫോൾട്ട്, യുവർ സ്റ്റാറ്റസ് വിൽ ബി റിഫ്ലക്റ്റിംഗ് ഇൻ സിവിൽ. നമ്മൾ ഒരു തവണയോ ക്രെഡിറ്റ് കാർഡിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് 1-2 തവണ മുടങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മൾ സിവിൽ ഹെൽത്തിൽ നമ്മൾ അഡ്വേഴ്സായിട്ട് ബാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് നമ്മളുടെ ബില്ലുകൾ ഓട്ടോ പേയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. റൈറ്റ് ഫ്രം ടുഡേ സ്റ്റാർട്ട് ഡൂയിങ് ദാറ്റ്. എല്ലാ ബില്ലുകളും തന്നെ, മൊബൈൽ ബില്ലാണെങ്കിലും ക്രെഡിറ്റ് കാർഡ് ബില്ലാണെന്നുണ്ടെങ്കിലും, ജിമ്മിൽ പോകുന്ന ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ ചില ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, വീഡിയോ എഡിറ്റർ ഡൗൺലോഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പല ആപ്പുകളും ഡൗൺലോഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഓട്ടോ പേയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കുറേ കൂടി ഈസി ആയിരിക്കും. ആൻഡ് ദാറ്റ് വിൽ ഗീവ് യുവർ ഡിസിപ്ലിൻ ഇൻ യുവർ മണി മാനേജ്മെൻറ്റ്. അത് എക്സ്പെൻസിൽ അതേപോലെ സേവിങ്സിലും നിങ്ങൾക്ക് നമ്മൾ ആദ്യത്തെ പോയിന്റിൽ നമ്മൾ പറഞ്ഞു 20% ഓഫ് യുവർ മണി ഷുഡ് ബി കട്ട് ഫ്രം യുവർ ഇൻകം സാലറി ടു സേവ് ഫോർ യു, യുവർ വൈഫ്, യുവർ ചിൽഡ്രൻ. അങ്ങനെ പോകുമ്പോൾ നമ്മൾ എല്ലാ മാസവും നമ്മൾ എടുത്തു നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്നിരിക്കില്ല. അപ്പോൾ അതിന് പകരം ഈ 20% കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എവിടേക്ക് പോകണം എന്നുള്ളത് ഒരു സെറ്റ് ബാങ്ക് മാൻഡേറ്റ് ഫോർ ദാറ്റ്. SIP ആവാം, മ്യൂച്വൽ ഫണ്ട് ആവാം, സ്റ്റോക്ക് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു KSF ചിട്ടി ആവാം, അല്ലെങ്കിൽ ബാങ്കിൽ വേറെ നിക്ഷേപ രീതികളാവാം. അത് ഒരു പേയ്മെൻറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് യുവർ മണി വിൽ ഫ്ലൈ വെൻ യു ആർ ബിസി വർക്കിംഗ് ഫോർ യുവർ സെൽഫ്, ആൻഡ് മേക്ക് ഇറ്റ് ആസ് എ പ്രാക്ടീസ് ടു ഡു റൈറ്റ് ഫ്രം ടുഡേ. ആൻഡ് ഡെഫിനറ്റ്ലി യു വിൽ ഹാവ് എ ഡിഫറെൻറ്റ് financial life and different way of making money in the days to come. Thank you for watching. Good day.